പെൺകുട്ടി നിന്റെ സഹായം തേടി വരും. പക്ഷെ ആ കുട്ടി വന്നത് കാശിനാന്ന് തോന്നണ്ട. പിന്നെ എന്തിന്? അതെങ്ങനെ ഒന്ന് ചോദിക്കാൻ സമ്മതിക്കണ്ടേ? എല്ലാം കൂടി പഠിച്ച് കീറുമായിരുന്നു. നിന്റെ അവിടുത്തെ വിലസൽ കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ കൊതിയാവുകയാണ്. ഓ എന്തൊരു കൊതി. എനിക്കിപ്പോ ഇവിടെ ആകപ്പാടെ ഒരു വെപ്രാളാണ്. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന വഴി. വത്സ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാനിരിക്കുന്നത് അതിനേക്കാൾ നല്ലതിന്. സംഭവാമി യുഗേ യുഗേ. നമസ്കാരം. ഇന്ന് സൺഡേ ഹോളിഡേ ആയിരിക്കില്ലേ? എന്നെ മനസ്സിലായില്ലേ? പിന്നെ നന്നായിട്ട് മനസ്സിലായി. കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ വന്നായിരിക്കില്ലേ? ഇവിടെ കുഞ്ഞുങ്ങളില്ലല്ലോ കോടീശ്വര. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ഇനി കല്യാണം കഴിപ്പിച്ചയക്കാൻ 10 ലക്ഷം രൂപ തരാൻ വന്നായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, തന്നോളൂ. അല്ല കുട്ടി, അന്ന് ഞാൻ ആദ്യ ദിവസം തന്നെ കുട്ടി ശ്രദ്ധിച്ചിരുന്നു. ഞാനും ശ്രദ്ധിച്ചു. നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ കുട്ടിയെക്കുറിച്ച് കൂടുതൽ എനിക്ക് പിടികിട്ടി. എനിക്ക് ആരോടും സംസാരിക്കാതെ തന്നെ ആളിനെ പിടികിട്ടി. ദുബായ് ലോട്ടറി അടിച്ചു എന്നല്ലേ പറഞ്ഞു? ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചു തരാമോ? അടിച്ചു എന്ന് പറയുന്ന ലോട്ടറിയുടെ ടിക്കറ്റോ അല്ലെങ്കിൽ മറ്റു തെളിവുകളോ ഒന്ന് കാണിക്കാമോ എന്ന്. വിളിച്ചു പറഞ്ഞത് നേരല്ലേ? എന്ത് നക്സലേറ്റ് ആണല്ലേ? ഞാൻ നക്സലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു കള്ളൻ എന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യം വരില്ലായിരുന്നു. പിന്നിലേക്കല്ല, പോയി കണ്ണാടി നോക്കിയാൽ മതി, കാണാം. ഇത് കുറച്ച് കൂടുതല. വീട്ടില് സഹായം ചോദിച്ചു വന്നൊരു കുട്ടി, ഈ നാട്ടില് ആകെ മതിപ്പ് തോന്നിയ ഒരാൾ. അങ്ങനെ ഒരാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വെറുതെ ഒരു തോന്നലൊന്നുമില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളെ ഇങ്ങനെ പരിഹസിക്കുക. അതെ, ഞാൻ ആരാന്നറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളുടെ കള്ളത്തരത്തിൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. ഗോപാലപുരത്തെ അത്യാഗ്രഹികൾക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്താ കുട്ടി പറയണേ? മനസ്സിലായില്ലേ? താനൊരു ഒന്നാം തരം കള്ളനും വഞ്ചകനുമാണ്. തനിക്കൊരു ലോട്ടറി അടിച്ചിട്ടില്ലാന്ന്. ഈ കോടീശ്വരങ്ങൾ വെറും വേഷം കെട്ടലാണ്. കോടീശ്വരന്റെ നോട്ടം വേഷം കെട്ടുന്നവർക്ക് ആ വേഷം എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വെക്കേണ്ടി വരും. ആരോഗ്യമുണ്ടല്ലോ, തൂമ്പയെടുത്ത് കിടച്ചൂടായിരുന്നു. ഒന്ന് തന്നെ ഒരാളിനെ ഒരു പ്രദേശത്തെ മുഴുവൻ ചതിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ റോഡ്? ഇവിടുത്തെ റോഡിൽ കിടക്കാൻ തോന്നും, നാട്ടിലെ റോഡിൽ അടക്കാൻ തോന്നും. കറക്റ്റ് 6 അടി കുഴിയ. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാനൊരു ദൂരെ യാത്രക്കുള്ള ഒരുക്കത്തില്ല. സമയമില്ലാത്ത നേരത്ത് നീ എന്നെ എങ്ങനെ ഇട്ട് ഉപദ്രവിക്കല്ലേ? ഓ ഇല്ല, ഇനി ഞാൻ ഉപദ്രവിക്കില്ല. എന്തായാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാം. മനസ്സിലായില്ലേ? ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാണ്. ഒന്നാമത് ആ വീരമണി കാരണം എനിക്കിപ്പോൾ ലക്ഷങ്ങളുടെ ബാധ്യതകളായി ഈ നാട്ടിൽ.